എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജാവ ഔട്ട്പുട്ട് എക്ലിപ്സ് IDE യൂസ് ചെയ്ത് കൺസോളിൽ പ്രിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഫസ്റ്റ് പോയിന്റ്, println method is used to output values or print text in Java. It will add a new line for each code statement. ഈ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. നമ്മൾ print hello world എന്നൊരു ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം hello world എന്നുള്ള സ്ട്രിങ് കൺസോളിൽ പ്രിന്റ് ചെയ്യിപ്പിച്ചിരുന്നു. എത്ര കോഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ അത്രയും സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ അത്രയും സ്ട്രിങ്ങുകൾ ഓരോ ലൈനിലായിട്ടായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അത് പ്രിന്റിൽ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, ടെക്സ്റ്റ് ഓർ ഔട്ട്പുട്ട് വാല്യൂസ് മസ്റ്റ് ബി റാപ്ഡ് ഇൻസൈഡ് ഡബിൾ കൊട്ടേഷൻ മാർക്സ് പ്രൊഡ്യൂസസ് ആൻ എറർ ഇഫ് ഡബിൾ കൊട്ടേഷൻ മാർക്സ് ഈസ് മിസ്ഡ്. നമ്മൾ പ്രിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വാല്യൂസ് ഡബിൾ കോട്ട്സിന്റെ അകത്തായിരിക്കണം ടൈപ്പ് ചെയ്യേണ്ടത്. ഡബിൾ കോട്ട്സ് മിസ്സായി കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എറർ ത്രോ ചെയ്യും. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. തേർഡ് പോയിന്റ്, print method is similar to println. It does not insert a new line at the end of the output. println പോലെ സിമിലർ ആയിട്ടൊരു മെത്തേഡ് ഉണ്ട്, പ്രിന്റ് എന്നുള്ള മെത്തേഡ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ന്യൂ ലൈന് ഔട്ട്പുട്ടിന്റെ എൻഡിൽ ആഡ് ചെയ്യുകയില്ല. ഫോർത്ത് പോയിന്റ്, ടു പ്രിന്റ് നമ്പേഴ്സ് വി ഡു നോട്ട് യൂസ് ഡബിൾ കോട്ട്സ്. system.out.println യൂസ് ചെയ്ത് നമുക്ക് ടെക്സ്റ്റ് സ്ട്രിങ്ങും മാത്രമല്ല അതുപോലെ നമുക്ക് നമ്പേഴ്സും കൺസോൾ പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ കോട്ട്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഫിഫ്ത്ത് പോയിന്റ്, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ക്യാൻ ബി പെർഫോം ഇൻസൈഡ് ദ println മെത്തേഡ്. println എന്നുള്ള മെത്തേഡിനകത്ത് നമുക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും, ഡിവിഷനോ അഡീഷനോ സബ്സ്ട്രാക്ഷനോ ഒക്കെ. അതാണ് ഫിഫ്ത്ത് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ 5 കാര്യങ്ങൾ പ്രാക്ടിക്കലി ചെയ്ത് നോക്കാം. ഞാൻ എക്ലിപ്സ് IDE എടുക്കുകയാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സിക്യൂട്ട് ചെയ്ത പ്രിന്റ് ഹലോ വേർഡ് എന്നുള്ള ക്ലാസ് ഫയൽ. ഇതിൽ 4 system.out.println സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 4 സ്റ്റേറ്റ്മെന്റ് ഹലോ വേർഡ് എന്നുള്ള കൺസോൾ പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യമാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഹലോ വേൾഡ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ടെക്സ്റ്റ് ഡബിൾ കോട്ട്സിന്റെ ഉള്ളിലായിരിക്കണം. പ്രിന്റ് അല്ലെന്നുള്ളത് ഔട്ട്പുട്ടിന്റെ എൻഡിൽ ഒരു ന്യൂ ലൈൻ ആഡ് ചെയ്യും. അപ്പം ഈ 4 ഹലോ വേൾഡും ഓരോ ലൈനിലായിട്ടായിരിക്കും കൺസോൾ പ്രിന്റ് ചെയ്യുന്നത്. ഇത് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. 4 തവണ ഹലോ വേൾഡ് എന്നുള്ള പുതിയ ലൈനിൽ പ്രിന്റ് ചെയ്ത് വന്നു. അടുത്ത പോയിന്റ്, ടെക്സ്റ്റ് ഓർ ഔട്ട്പുട്ട് വാല്യൂസ് മസ്റ്റ് ബി റാപ്ഡ് ഇൻസൈഡ് ദ ഡബിൾ കൊട്ടേഷൻ മാർക്സ്. അതായത് ഡബിൾ കൊട്ടേഷൻ മാർക്സിനകത്തായിരിക്കണം സ്ട്രിങ്ങോ ടെക്സ്റ്റോ നമ്മൾ പ്രിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് റാപ്പ് ചെയ്യാൻ. ഡബിൾ കോട്ട്സ് മിസ്സായി കഴിഞ്ഞാൽ ഒരു എറർ കാണിക്കും. നമുക്ക് ഡബിൾ കോട്ട്സ് ഇന്റൻഷനലി റിമൂവ് ചെയ്യാം. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റിനകത്ത് ഡബിൾ കോട്ട്സ് റിമൂവ് ചെയ്തപ്പോൾ തന്നെ ഒരു എറർ കാണിച്ചു. കമ്പൈൽ ടൈമിൽ തന്നെ എറർ വന്നിട്ടുണ്ട്. നമുക്ക് എന്നാലും ഇത് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ എന്താ എറർ വരുന്നത് നോക്കാം. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ഒരു എക്സെപ്ഷൻ ത്രെഡ് മെയിൻ അൺറിസോൾവ് കോമ്പൈലേഷൻ പ്രോബ്ലംസ് മതി എറർ വന്നിട്ടുണ്ട്. അപ്പം സ്ട്രിങ്ങോ ടെക്സ്റ്റോ ഒക്കെ നമ്മൾ പ്രിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ഡബിൾ കോട്ട്സിൽ എൻക്ലോസ് ചെയ്തിരിക്കണം. അത് മസ്റ്റാണ്. നമ്മൾ ആ ഡബിൾ കോട്ട്സ് വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എറർ ഓട്ടോമാറ്റിക്കലി റിമൂവ്. തേർഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്ന പ്രിന്റ് എന്നുള്ള ഒരു മെത്തേഡ് ഉണ്ട്. പ്രിന്റ് എല്ലാം പോലെ സിമിലർ ആണ്, പക്ഷെ ഇത് ഔട്ട്പുട്ടിന്റെ എൻഡിൽ ഒരു ന്യൂ ലൈൻ ആഡ് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് 2 കോഡ് സ്റ്റേറ്റ്മെന്റ്സ് മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി രണ്ടും റിമൂവ് ചെയ്യാം. ഇത് ഈസി റീഡബിലിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതിനുശേഷം ഞാൻ പ്രിന്റ് എന്നുള്ള മെത്തേഡ് മാറ്റി പ്രിന്റ് ആക്കുവാണ്. രണ്ടിന്റെയും മെത്തേഡ് പ്രിന്റ് എന്നാക്കി. അതിനുശേഷം നമ്മളൊരു പുതിയ സ്ട്രിങ് 7th ലൈനിൽ ആഡ് ചെയ്യുവാണ്.
ഞാൻ പ്രിന്റ് എന്നുള്ള മെത്തേഡ് മാറ്റി പ്രിന്റ് ആക്കി. 6th ലൈനിൽ ഹലോ വേൾഡ് എന്നുള്ളത് കൺസോൾ പ്രിന്റ് ചെയ്യാനുള്ള കോഡ് ആഡ് ചെയ്തു. 7th ലൈനിൽ പ്രിന്റ് ചെയ്യുന്ന സ്ട്രിങ് വെൽക്കം ടു ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് യൂട്യൂബ് ചാനൽ എന്നുള്ളതാണ്. ഇത് റൺ ചെയ്യുമ്പോൾ ഇതിന്റെ ബിഹേവിയർ നമുക്ക് നോക്കാം. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ഫസ്റ്റ് സ്ട്രിങ്ങിന്റെ കൂടെ അപ്പൻഡ് ചെയ്താണ് സെക്കൻഡ് സ്ട്രിങ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ പ്രിന്റ് എന്നുള്ള ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ്. പ്രിന്റ് എന്നാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് സംഭവിക്കുകയില്ല. നമുക്ക് പ്രിന്റ് എന്നാക്കി മാറ്റാം. എന്നിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ഇത്തവണ പ്രിന്റ് ആക്കി റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓരോ ടെക്സ്റ്റും സെപ്പറേറ്റ് ലൈനിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രിന്റ് പ്രിന്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ടു പ്രിന്റ് നമ്പേഴ്സ് വി ഡു നോട്ട് യൂസ് ഡബിൾ കോട്ട്സ്. അതായത് ഞാൻ ഈ ടെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഒരു നമ്പർ പ്രിന്റ് ചെയ്യാൻ പോവാണ്. നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. 4 into 4, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കൺസോളിലെ ഔട്ട്പുട്ട് 16 എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു നമ്പർ യൂസ് ചെയ്തുകൊണ്ട് ഡബിൾ കോട്ട്സ് യൂസ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഹലോ വേൾഡ് എന്നുള്ള പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ 4 into 4ന്റെ പ്രൊഡക്റ്റ് ആയിട്ട് 16 കൺസോളിൽ പ്രിന്റ് ചെയ്ത് വന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ജാവ ഔട്ട്പുട്ട് എന്ന ഈ ഒരു സെഷനിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ ചോദിക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഇത് മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ്